ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു മൂവി ഉണ്ടല്ലോ, ഒരു ഒടുക്കത്തെ ത്രില്ലറാണ്. അതിന്റെ കൂടെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹൊറർ വൈബും കൂടെ തരാൻ കഴിയും. അതായത് എട്ടുകാലിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന കുറച്ചധികം യുവാക്കള് എട്ടുകാലിയോ അയ്യേ എന്ന് നിങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ കഥ കേട്ട് കഴിയുമ്പോൾ ഇനി എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിന്റെ ഒരു ഭാഗത്ത് എട്ടുകാലിയെ കാണുകയാണെങ്കിൽ അയ്യോ എന്ന് നിങ്ങൾ പറഞ്ഞു പോകും. ആ രീതിയിലാണ് ഈ കഥ നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഒരു എട്ടുകാലിയെ വെച്ച് വരെ നമ്മളെ പേടിപ്പിക്കാൻ പറ്റുമെന്ന് ഈ സിനിമ കാണിച്ചു തരികയാണ്. മാത്രമല്ല ഈ കഥയുടെ പല ഘട്ടത്തിലായിട്ട് എന്താണ് സൗഹൃദങ്ങൾ, അതിന്റെ ആ ഒരു ബന്ധം എത്രത്തോളം ആഴത്തിലാണ്, അതുപോലെ തന്നെ രക്തബന്ധങ്ങൾ, ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്നുണ്ട്. ചില സമയത്തൊക്കെ ഇവ നമ്മളെ കരയിപ്പിക്കുകയും ചെയ്യും. കാരണം തൊട്ട് മുന്നിൽ വെച്ച് എങ്ങനെയുള്ള ആൾക്കാർ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഫീലിംഗ് എന്തായിരിക്കും. എന്തായാലും പോകുകയല്ലേ നമുക്ക് കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു മരുഭൂമി കാണിക്കുകയാണ്. ഈ മരുഭൂമിയിലേക്ക് ഒരു 3 പേര് പോയിട്ടുണ്ട്. അവരെന്തോ ഒന്ന് അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കല്ല് മാറ്റി, കല്ലിനടിയിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. ഈ ഹോളിന്റെ ഉള്ളിലേക്ക് ഇവരൊരു ഗ്യാസ് അടിച്ച് കയറ്റുകയാണ്. അതേ സമയത്ത് തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാൾ ഇപ്പോ ഒറ്റക്കണ്ണ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് വന്ന എന്തോ ഒരു സാധനം ഇവന്റെ കഴുത്തിൽ ഇറുക്കി കട്ടിക്കുകയാണ്. നോക്കുമ്പോൾ അതൊരു സ്പൈഡർ ആയിരുന്നു. ഒന്നല്ല, ഒരുപാടെണ്ണം പുറത്തേക്ക് വരികയാണ്. ബാക്കിയുള്ള 2 പേര് ഇതിനെ കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അവിടെ ഒരുത്തൻ വിഷമായിട്ട് കിടക്കുന്നുണ്ട്. അവനെ രക്ഷപ്പെടുത്താനല്ല നോക്കുന്നത്. കാരണം എന്താണെന്ന് അറിയോ, ആ ചിലന്തിയുടെ കടിയേറ്റാൽ മരിക്കുമെന്ന് ഉറപ്പായിരുന്നു. എന്തായാലും ഈ ഒരു ചിലന്തിയെ ഇവർ പിടിക്കുകയാണ്. എന്നിട്ട് ഇതിനു ശേഷം ഒരു വാള് വെച്ച് മറ്റേ ആളെ വെട്ടിക്കൊന്നു കളയുന്നത്. കാരണം അയാൾ എന്തായാലും രക്ഷപ്പെടില്ല. മാത്രമല്ല ഈ ചിലന്തി എന്തിനാണ് ഇവരിങ്ങനെ പിടിക്കാൻ നോക്കുന്നത്, വളരെ റെയർ ആണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ഒരു സാധനം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഒരു ടൗണിൽ കാണിക്കുകയാണ്. അവിടെ അലി എന്ന് പറഞ്ഞ ഒരാളുടെ ഷോപ്പിലേക്ക് കാലിബ് എന്ന് പറഞ്ഞൊരു ഒരാൾ വന്നിട്ടുണ്ട്. ഈ അലിയുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള സാധനങ്ങൾ ഈ ഷോപ്പിൽ വെച്ച് വിൽക്കുക. സോ ഇങ്ങനെയുള്ള ഷോപ്പുകളിലേക്ക് വന്നിട്ട് റെയർ ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂ കളക്ട് ചെയ്യുക. അതാണ് നമ്മുടെ കാലിബിന്റെ ജോലി. എന്നിട്ട് മറ്റാർക്കെങ്കിലും അത് മറിച്ചു വെക്കും. പക്ഷെ പുറമേ കാണുമ്പോൾ അലിയുടെ ഈ ഒരു കച്ചവടത്തെ കുറിച്ചൊന്നും മനസ്സിലാവില്ല. എന്തായാലും കൂടുതൽ സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഉള്ളിലേക്ക് തന്നെ കയറി പോകണം. സോ കാലിബ് ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഒരുപാട് റെയർ ആയിട്ടുള്ള വസ്തുക്കൾ കാണുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കുറച്ചധികം റെപ്റ്റൈൽസിനെ അവൻ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു ചിലന്തി ഉണ്ടല്ലോ, അതിനെ പിടിച്ചുകൊണ്ടുവന്നില്ല ഒരു ടീം. ആ ചിലന്തി അവിടെ വിറ്റിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് മതിയെന്ന് ഇപ്പൊ കാലിബ് പറയാണ്. ഇപ്പൊ അലി ചോദിക്കുകയാണ് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ വല്ല ധാരണയും നിനക്കുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ കാലിബ് പറയാണ്, എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഇതുപോലെയുള്ള റെപ്റ്റൈൽസിനെ വെച്ച് ഒരു സൂ ഉണ്ടാക്കാൻ തന്നെ. അതുകൊണ്ട് എനിക്കിത് തന്നേക്കെന്ന് പറയാണ്. ഇവൻ എന്തായാലും ഭയങ്കര ഹാപ്പി. ആ ഒരു കാശ് കൊടുക്കാണ്, സാധനവും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതൊരു വീടല്ലായിരുന്നു, വലിയൊരു അപ്പാർട്ട്മെന്റ് ആണ്. ഈ ഏരിയയിൽ വലിയ കാശൊന്നും ഇല്ലാത്ത ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ കുറച്ച് പയ്യന്മാര് ആ ഒരു വരാന്തയിൽ ഇരുന്നുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ആന്റി ഉണ്ട്. ആ ആന്റി വെറുതെ ഇട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറെ പടക്കെല്ലാം പൊടിച്ചിട്ട്. ഇപ്പൊ നേരെ കാലിബ് അങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യന്റെ കയ്യിൽ നിന്നും അവന്റെ ആ ഒരു ബാഗ് മേടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നിറയെ പടക്കാണ്. ഡാ പോടാ പോടാ പോടാന്ന് പറഞ്ഞിട്ട് കാലിബ് പറയുമ്പോൾ ഇവർ കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം കാലിബിന് ഇവർക്കൊക്കെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു എന്താ പറയാ, ഒരു തലമൂത്ത ചേട്ടന്മാരുണ്ടാവുമല്ലോ, അതുപോലുള്ള ഒരാളാണ് കാലിബ്. എന്നിട്ട് ആ ഒരു ക്ലീൻ ചെയ്യുന്ന ആന്റിക്ക് ഈ ഒരു പടക്കെല്ലാം കൊടുത്തിട്ട് ഇത് ആ ഒരു വേസ്റ്റിലേക്ക് ഇട്ടേക്കെന്ന് പറയണം. ഇതിനുശേഷം കാലിബ് നേരെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അപ്പൊ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു വരാന്ത, ഒരു കോറിഡോറിലൂടെ വേണം പോകാൻ. എന്നാൽ എപ്പോഴും അവിടെ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, ഈ ഒരു ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വരാന്തയിലേക്ക് കിടന്നാൽ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ടൈമർ പോലെയാണ്. ഒരു നിശ്ചിത മിനിറ്റിൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. അപ്പൊ ആ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് നേരെ അവന്റെ റൂമിലേക്ക് പോവാ, വാതിൽ തുറക്കുക, ഉള്ളിൽ കയറുക. 1 മിനിറ്റ് കഴിയുമ്പോൾ തനിയെ തന്നെ ആ ഒരു ലൈറ്റ് ഓഫ് ആയി പോകും. ഇപ്പൊ എന്തായാലും ഈ കാലിബ് അപ്പാർട്ട്മെന്റിന്റെ മുന്നിലേക്ക് എത്തിയ സമയത്ത് അവന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, മത്തായിസ്. അവനും അവിടെ ഉണ്ട്. ഇവന്റെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ സൈക്കിൾ മോഷനാണ്. ഇപ്പൊ കാലിബ് പറയണം, ഈ സൈക്കിളിന്റെ പരിപാടിയൊക്കെ നീ ഒന്ന് ഒഴിവാക്ക്, ഷൂവിന്റെ പരിപാടിയിലേക്ക് പോവാം, നല്ല ലാഭം നമുക്ക് ഉണ്ടാക്കാം. പിന്നീട് കാലിബ് ഉണ്ടല്ലോ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ നിറയെ സൈക്കിളുകളാണ്. ഇതെല്ലാം കൊണ്ടുവച്ചത് ഈ മത്തായിസാണ്. അപ്പൊ മത്തായിസിനോട് പറയണം, ദയവ് ചെയ്തിട്ട് ഈ പരിപാടി നീ ഒന്ന് ഉപേക്ഷിക്കുക, നമ്മുടെ ഷൂവിന്റെ പരിപാടി ചെയ്യാന്നൊക്കെ പറയണം. നമുക്ക് ഷൂവിന്റെ ഏതെങ്കിലും ഓർഡർ കിട്ടിയോന്ന് ഈ കാലിബ് മത്തായിസിനോട് ചോദിക്കുമ്പോൾ അത് പിന്നെ ആ ഒരു തുമാനി ഉണ്ടല്ലോ, അവൻ പറഞ്ഞ ആ ഒരു ഷൂ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഷൂ വെച്ച ബോക്സ് തുറന്നു നോക്കുമ്പോൾ ഷൂവിന്റെ ബോക്സിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്. ഷൂവിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമ്മുടെ കാലിബിന് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂ ആണ്. അപ്പൊ ഇതിന്റെ അതുപോലുള്ള ഒരു പെട്ടി കിട്ടുമെന്ന് മത്തായിസിന്റെ അടുത്ത് നോക്കിയിട്ട് വരാൻ പറയാണ്. അതുപോലെ അപ്പുറത്ത് തന്നെ അവന്റെ അനിയത്തിന്റെ റൂമുണ്ട്. അനിയത്തിന്റെ റൂം എന്നാണെങ്കിൽ ഒച്ചപ്പാട്. അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇപ്പൊ കാലിബ് നോക്കുമ്പോൾ ഫുള്ള് ചുമരെല്ലാം കുത്തിപ്പൊളിച്ച് എന്തോ റിനോവേഷൻ വർക്ക് എടുക്കണം. ഇപ്പൊ അവളോട് കുറച്ച് ഒച്ച ഉണ്ടാക്കാതെ പതിയെ ചേടി എന്ന് പറയുമ്പോൾ നീ പോടാന്ന് പറയണം. 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പൂരം വഴക്കാണ് കേട്ടോ. ചേട്ടൻ അനിയത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ ഇടയിൽ കാലിബ് അവന്റെ ഒരു സ്പെഷ്യൽ റൂം ഉണ്ട്. അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അവൻ ഊട്ടിപ്പിടിച്ചു അയ്യോ ഓഫാക്കിയെന്ന് പറഞ്ഞിട്ട് ഓടിച്ച് നോക്കുമ്പോൾ എല്ലാ ലൈറ്റും ഓഫാണ്. അതായത് അവിടെ ഒരുപാട് ബോക്സുകളുണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരു UV ലൈറ്റ് ഉണ്ട്. ഇതെല്ലാം കത്തണം. കാരണം നേരത്തെ പറഞ്ഞല്ലോ അവന്റെ ഒരു ആശ എന്ന് പറഞ്ഞാൽ ഒരു റെപ്റ്റൈൽ സൂ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കളക്ഷൻസ് അവന്റെ കയ്യിൽ ഇപ്പൊ തന്നെ ഉണ്ട്. ഇതിനെല്ലാത്തിനും ആ ഒരു ലൈറ്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചത്തുപോകും. അപ്പൊ ഈ ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ഇട്ട് വെക്കുന്നതുകൊണ്ട് അനിയത്തി പറയണ കറണ്ട് ബില്ല് കൂടും എന്ന് പറഞ്ഞിട്ട് അവളാണ് ആ ഒരു ലൈറ്റ് ഓഫ് ആക്കി ഇടുന്നത്. എന്തായാലും ഇപ്പൊ കാലിബ് അവൻ ആ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു പുതിയ ചിലന്തി ഉണ്ടല്ലോ അതിനെ നോക്കുകയാണ്. അവനെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോ ഒരു പഴയ ഷൂവിന്റെ ബോക്സിലേക്ക് ആക്കിയിട്ട് പതിയെ അതിനെ മൂടി വെക്കാണ്. ചക്കരക്കുട്ട ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നേരെ അനിയത്തിയുടെ അടുത്തേക്ക് പോകണം. എടി പെണ്ണ നീ എന്തൊരു സെൽഫിഷ് ആടി, ഈ ദിവസം തന്നെ നിനക്ക് നിന്റെ പണിയെടുക്കേണ്ട ആവശ്യം
ആവശ്യമുണ്ടോ? അവിടെ ആന്റിയുടെ ബർത്ത്ഡേ നടക്കുകയല്ലേ, അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കുക വരെ ചെയ്യാതെ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് നീ പറയുന്നുണ്ടോ? ഇപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ പെണ്ണെ. ഇതും പറഞ്ഞ കാലിബ് നേരെ ആന്റിയുടെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലാണ്. അവിടെ തന്നെ ആ ഒരു തുമാനി ഉണ്ടായിരുന്നു. തുമാനി ഇപ്പൊ കാലിബിനെ കണ്ട സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, എവിടാ എന്റെ ചെരുപ്പല്ല ഷൂ. ഇപ്പൊ കാലിബ് പറയണം, ഡാ അതിന്റെ ആ ഒരു പാക്കറ്റും കൂടെ എത്തിക്കോട്ടെ, എന്റെ പൊന്നു മോനെ ആ ഒരു പാക്കറ്റൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആ ഷൂ കിട്ടിയാൽ മതി എന്ന് പറയാണ്. ഈ തുമാനിയുടെ ഷൂ ആണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു പരിവായിട്ടുണ്ട്. ഇപ്പൊ കാലിബ് ചോദിക്കുകയാണ്, എടാ നിനക്ക് വേറെ ഏതെങ്കിലും ഒരു ഷൂ ഇട്ടൂടെ? പറ്റില്ല, ഞാൻ പറഞ്ഞ ആ ഒരു ഷൂ എന്നെ വേണം, അതാണ് എന്റെ സിഗ്നേച്ചർ എന്ന് പറയണം. കാലിബ് പറയണം, അത് വൈകാതെ ഞാൻ നിനക്ക് തരും. ഇതിനുശേഷം നേരെ ആന്റിയുടെ അടുത്തേക്ക് ചെല്ലാണ്. ആന്റിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോ കാലിബ് കൊടുക്കുകയാണ്. എന്തായാലും ആ ഒരു ഫംഗ്ഷനിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അവന്റെ കൂട്ടുകാര്, ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് പേര്. എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഒരുപാട് കാശിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും അവരുടേതായ സന്തോഷങ്ങൾ ഇവർ കണ്ടെത്താറുണ്ട്. എല്ലാം കഴിഞ്ഞു, പാർട്ടിയെല്ലാം കഴിഞ്ഞു. കാലിബ് നേരെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയാണ്. അവൻ അവർ ചിലന്തി ഇട്ട് വെച്ച ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് തുറന്നു നോക്കുകയാണ്. ഈ സമയത്തുണ്ടല്ലോ സിറ്റുവേഷൻ ആകെ മാറുകയാണ്. അവനാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ആ ബോക്സിൽ ആ ചിലന്തി ഇല്ലായിരുന്നു. ഒരു ഓട്ടോ തുളച്ചുകൊണ്ട് അതെങ്ങോട്ടോ പോയിട്ടുണ്ട്. കാലിബ് ഇവിടെ വെച്ച് ഇങ്ങനെ ഞെട്ടാൻ കാരണം അവന് നന്നായിട്ട് അറിയാം എത്രത്തോളം പോയിസനാണ് ആ ഒരു ചിലന്തിക്കുള്ളത് എന്ന്. അത് ഈ റൂമിൽ എവിടെയോ ഉണ്ടെന്ന് അവന് നല്ല ഉറപ്പായിരുന്നു. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് യാദൃശികമായിട്ട് അവൻ എടുത്തു നോക്കിയപ്പോൾ ഇതിൽ ചിലന്തിയുടെ ആ ഒരു വലയുണ്ടല്ലോ, അതുപോലെ വലയുണ്ട്. പിന്നെ മാത്രമല്ല അതിന്റെ ആ ഒരു ഉണ്ടയായിട്ട് കാണുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഈ ചിലന്തിയുടെ കൊക്കൂൺസ് ആണ്. ഇതിന്റെ ഉള്ളിലാണ് അതിന്റെ ആ ഒരു മുട്ട ഉണ്ടാവുക. ആകെ ഭയന്നു പോയ കാലിബ് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവന് പുതക്കാനുള്ള ഒരു ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ ഈ തുമാനിക്ക് വേണ്ടി മേടിച്ചു വെച്ച ആ ഒരു ഷൂ ഉണ്ടല്ലോ, ഇതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാതിൽ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഹാളിൽ വെച്ചാണ് അവൻ ഇന്ന് ഉറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഒട്ടുക്കത്ത ഒച്ചപ്പാട്. എന്താ, നമ്മുടെ അനിയത്തി പെണ്ണും അതുപോലെ തന്നെ അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് ലീനയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ജോർദി, പിന്നെ നമ്മുടെ കാലിബിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മത്തിയാസ്, 4 പേരും കൂടിയിട്ടാണ് റെനോവേഷൻ വർക്ക് ചെയ്യുന്നത്. കാലിബിന് ഇപ്പൊ പ്രാന്ത് നൽകുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ മത്തിയാസിനോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ആ ഒരു ബോക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചു ചോദിക്കുമ്പോൾ ഓ അതെല്ലാം കിട്ടിയെന്ന് പറയണം. മാത്രമല്ല ഈ അനിയത്തിയുടെ കൂട്ടുകാരിയായിട്ടുള്ള ലീനയുടെ ബോയ് ഫ്രണ്ട് ജോർദി ഉണ്ടല്ലോ, അവനുമായിട്ട് നമ്മുടെ കാലിബ് ഒട്ടും ഒക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചെറിയ പ്രായത്തിൽ രണ്ടുപേരും നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. അതായത് ഈ കാലിബും ജോർദിയും. ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് ഇതുപോലെയുള്ള റെപ്റ്റൈൽസിന്റെ ഒരു സൂ ഉണ്ടാക്കാന്നൊക്കെ പ്ലാൻ ചെയ്തത് ചെറിയ പ്രായത്തിൽ. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്ന എന്തോ ഒരു വഴക്ക് കാരണം രണ്ടുപേരും സെപ്പറേറ്റ് ആയി. ഇപ്പോഴും ആ ഒരു ടീനേജ് ആയിട്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കൊന്നുമില്ല. എന്തായാലും കാലിബിന് ആ ഒരു ബോക്സ് കിട്ടിയല്ലോ. സോ ആ ഒരു ബോക്സിൽ ഇപ്പോൾ ആ ഒരു തുമാനിയുടെ ഷൂ ഇട്ടെടുത്ത് അവന് കൊടുക്കാൻ കേട്ടോ. ഇവന് ഭയങ്കര ധൃതിയാണ്. ഇപ്പൊ കാലിബ് പറയുന്നുണ്ട്, എന്തിനാടാ ഇങ്ങനെ ധൃതി കാണിക്കുന്നത്, ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യാൻ മച്ചനെ, ഒട്ടും ക്ഷമയില്ല എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ആ ഒരു സാധനം കൈമാറുമ്പോൾ അങ്ങോട്ടേക്ക് ഈ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഇതിന് മുഴുവനായിട്ടുള്ള ഒരു ഓണർ ഉണ്ട്, ഒരു മുട്ടയാണ്. ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാലിബിനോട് ചോദിക്കാൻ, എന്താണ് കാലിബ് അതിന്റെ ഉള്ളിൽ ഡ്രഗ്സ് ആണോ എന്നാണ്. അതായത് ഈ ഓണർ എപ്പോഴും വിചാരിക്കുന്നത് ഈ കാലിബ് ഇങ്ങനെ ഓരോരോ പ്രൊഡക്റ്റുകൾ ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ടല്ലോ, ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള എന്തോ ഒരു പ്രൊഡക്റ്റ് ആണ്, ഡ്രഗ്സ് ആണ് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണറും കാലിബും തമ്മിൽ ഒട്ടും യോജിക്കില്ല. ഇപ്പൊ തുമാനി പറയുന്നുണ്ട്, എന്റെ ചെങ്ങയെ ഇത് നിങ്ങളുടെ സ്ഥലമൊക്കെ തന്നെയായിരിക്കും, പക്ഷെ ആവശ്യമില്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ഇതും പറഞ്ഞുകൊണ്ട് ഈ തുമാനി ആ ഒരു ഷൂമായിട്ട് അവിടുന്ന് പോവാണ്. പോകുന്ന വഴിയിൽ അവന്റെ പഴയ ഷൂ ആകെ പൊളിഞ്ഞൊരു പരിവായിട്ടുണ്ട്. പണ്ടാരതിനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ പഴയ ഷൂ അവിടെ വലിച്ചു ഊരിക്കണ്ട് അവൻ നേരെ റൂമിൽ പോയിട്ട് പുതിയ ഷൂ ഇടുകയാണ്. ഇട്ടതും ഒരൊറ്റൊരു കുത്ത് കിട്ടുകയാണ് ഉള്ളിൽ നിന്നും. എന്താണെന്ന് അറിയുന്നില്ല. വേദനിച്ച് ഈ തുമാനി വേഗം തന്നെ ഷൂ ഊരി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു 8 കാലി പുറത്തേക്ക് വരികയാണ്. വേഗം തന്നെ ആ ഒരു ഷൂ ഉപയോഗിച്ച് അവൻ അതിനെ തല്ലി കൊന്നു കളഞ്ഞു. പക്ഷെ ഇതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ അരിച്ചിറങ്ങുന്നതായിട്ട് ഈ തുമാനി കാണുന്നുണ്ട്. നോക്കുമ്പോ എന്താ, ഈ ഉറുമ്പുകളെ പോലെ ഇതുപോലുള്ള ഒരുപാട് 8 കാലികൾ അവന്റെ ദേഹത്തേക്ക് വന്നങ്ങ് പൊതിയാണ്. അതായത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഈ ഒരു 8 കാലി അതിന്റെ ആ ഒരു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അവിടെ വെച്ച് തുമാനിയുടെ കരച്ചിലാണ് നമ്മളെ കാണിക്കുന്നത്. മാത്രമല്ല ചത്ത് കിടക്കുന്ന ആ ഒരു 8 കാലിയുടെ ദേഹം ഇപ്പോ അവന്റെ ആ ഒരു നായ കഴിക്കുന്നുണ്ട്. എന്തായാലും തുമാനിക്ക് ഷൂ കൊടുത്തുകൊണ്ട് നമ്മുടെ കാലിബ് നേരെ റൂമിലേക്ക് പോയിട്ടുണ്ട്. റൂമിൽ നല്ല ഒച്ചപ്പാടും ബഹളമാണ്, ആ റിനോവേഷൻ നടക്കുന്നുണ്ടല്ലോ. മാത്രമല്ല അവന്റെ ആ ഒരു റെറ്റൈൽ റൂമിലേക്ക് വരെ ഇവർ കയറി നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവിടുന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി എല്ലാവരോടും ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയാണ്. ഇതേ സമയത്തിന് തുമാനി ഒരുപാട് തവണ കാലിബിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വഴക്കിട്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കാലിബ് ആ ഒരു ഫോൺ എടുക്കുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ എന്തിനാണ് കാലിബ് ഇവരെ ഈ റൂമിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്നത്? എല്ലാവരോടും ദേഷ്യമുള്ള കൊണ്ടല്ല, ഇതിന്റെ ഉള്ളിലാണ് പോയിസണസ് ആയിട്ടുള്ള ആ ഒരു 8 കാലി ഉള്ളത്. എല്ലാവർക്കും എന്തെങ്കിലും പറ്റിയാലോ എന്ന് കരുതിയിട്ടാണ് അവൻ ഈ റൂമിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്കാകാൻ നോക്കുന്നത്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു തുണി ഉപയോഗിച്ച് ആ വാതിലിന്റെ അടിയിൽ തുണി വെച്ചിട്ടാണ് അവൻ ആ ഒരു ഡോർ അടക്കുന്നത്. അതായത് ഈ ഒരു ഹോളിൽ കൂടെ ഒരിക്കലും ആ ഒരു 8 കാലി പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് കരുതിയിട്ട്. പക്ഷേ നമ്മുടെ കാലിബിന് അറിയില്ലല്ലോ ഓൾറെഡി അത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു എന്നുള്ളത്. മാത്രമല്ല കുറെ നേരം തുമാനി വിളിച്ചല്ലേ, തിരിച്ച് വിളിക്കാമെന്ന് കരുതി അവന് വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ തുമാനിയുടെ അവസ്ഥ കാണിക്കുകയാണ്. കണ്ണെന്നും വായിന്നൊക്കെ ചോര വന്ന് നടക്കാൻ പോലും കഴിയാതെ വേച്ച് നടക്കുകയാണ്. അവസാനം നിലമ്പത്തി വീഴുന്നുണ്ട്. അവിടെ വെച്ച് തുമാനി മരണപ്പെടുകയാണ്. ഇതേ സമയത്തിന് കാലിബ് ഇവനെന്താ വിളിച്ചിട്ട് പിന്നെ ഫോൺ എടുക്കാത്തത്? ഇങ്ങോട്ടേക്കാണെങ്കിൽ കുറെ നേരം വിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ തുമാനിയുടെ വീട്ടിലേക്ക് കാലിബ് ചെന്ന് നോക്കുകയാണ്. അപ്പൊ അവന്റെ റൂമിന്റെ മുന്നിലായിട്ട് എല്ലാവരും കൂടി നിൽക്കുകയാണ് കേട്ടോ. എന്താ കാര്യം ചോദിച്ചപ്പോൾ തുമാനി വാതിലും തുറക്കുന്നില്ല. അതുപോലെ തന്നെ അവന്റെ നായ കണ്ടിന്യൂസ് ആയിട്ട് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഓണർ വരുന്നുണ്ട്. ഇയാൾ പറയാണ് വാതിൽ ചവിട്ടി പൊളിക്കാന്ന്. ഏയ് അതൊന്നും പറ്റില്ല, ഇത് നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് ആയിരിക്കും, പക്ഷേ ഒരാളുടെ പ്രൈവസിയിലേക്ക് ഇതുപോലെ ഇടിച്ചു കയറാനൊന്നും പറ്റില്ല എന്ന്. ഇതൊന്നും
ഓണർ കേൾക്കുന്നില്ല. കാരണം എന്താ, ഈ തുമാനി വാതിൽ ഓർക്കുന്നില്ല, പട്ടിയാണെങ്കിൽ കുരച്ചോണ്ടേയിരിക്കുകയാണ്. ഇവർ വാതിലും ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ എന്താ കാണുന്നത്, തുമാനി ആകെ രക്തം പുറത്തേക്ക് വന്നുകൊണ്ട് അതിക്രൂരമായിട്ട് മരണപ്പെട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവർ പോലീസുകാരെ അറിയിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ടീം ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവർ വന്നത് മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ആകെ ഭയന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ വലിയൊരു വൈറൽ ഇൻഫെക്ഷൻ നമ്മുടെ ലോകം മുഴുവനായിട്ടൊന്നും ഉണ്ടായല്ലോ, അതുപോലത്തെ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ, ഇനി അടുത്തതും അങ്ങനെ എന്തെങ്കിലും കാണോ എന്ന് ഈ ആൾക്കാർ വിചാരിക്കുകയാണ്. ഇവരൊക്കെ ആകെ ഭയത്തിലാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഒരു മെഡിക്കൽ ടീമും പറയുന്നുണ്ട്, നിങ്ങളൊന്നും പേടിക്കേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി. ആരെങ്കിലും ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ജോർദി, ലീന, ഇവരൊന്നും ഇവിടെ ഉള്ളവരല്ല, പുറത്തുനിന്ന് വന്നവരാണ്. ഇവർക്കും പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരും സേഫ് ആയിട്ട് അവരുടേതായ റൂമിൽ പോയിട്ട് വാതിൽ അടച്ചിരിക്കുക. ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇപ്പൊ ഭയം കൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, സാറേ ഇതെന്തെങ്കിലും അസുഖപരമായിട്ടുള്ള കാരണമാണ് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ പാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സാറിന് തന്നെ ഈ മാസ്ക് ഇട്ടിരിക്കുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ ഇയാൾ മാസ്ക് ഊരി കാണിച്ചു കൊടുത്തിട്ട് പറയണേ, നിങ്ങൾ സേഫ് ആയിട്ട് ഒന്ന് പോയിട്ട് റൂമിലിരിക്കും, ഞങ്ങൾ ഇതൊന്ന് മാനേജ് ചെയ്യട്ടെ. ഇതേ സമയത്ത് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഓണർ പറയണ, സാറേ ഇത് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറൊരു പ്രശ്നമോ ഒന്നുമല്ല. ഈ കാലിബ് അവന് കുറച്ചു നേരം മുന്നേ ഒരു സാധനം കൊടുക്കുന്നത് ഞാൻ കണ്ടു, അത് ഡ്രഗ്സ് ആണ്, അത് ഉപയോഗിച്ചിട്ടാണ് അവൻ ഈ രീതിയിൽ മരണപ്പെട്ടത്. ഇത് പറയുന്നത് കേട്ടപ്പോ കാലിബിന്റെ കൂട്ടുകാരനുണ്ടല്ലോ മത്തിയാസ്, ഇവനങ്ങോട്ട് പ്രാന്തളകയാണ്. കൂട്ടുകാരനെ കുറിച്ച് അനാവശ്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ് ഈ ഓണർ കിട്ടുന്നത്. പിന്നെ ആകെ ബഹളാവുന്നുണ്ട്. എല്ലാവരും ഈ ഒരു മെഡിക്കൽ ടീം അവരുടേതായ റൂമിലേക്ക് അയക്കാണ്. അതേ സമയത്ത് റൂമിലെത്തിയപ്പോൾ കാലിബിനോട് അനിയത്തി ചോദിക്കുന്നത്, അല്ലടാ സത്യം പറഞ്ഞോ, നീ ഇതുപോലെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കാലിബിന് ദേഷ്യം വരികയാണ്. പെണ്ണെ വെറുതെ വായും പൂട്ടി വെച്ച് അവിടെ ഇരുന്നോ. ഇതേ സമയത്ത് ജോർജ് പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, ഒരു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടല്ല അവൻ മരണപ്പെട്ടത്. കാരണം അവന്റെ ആ ഒരു കിടപ്പ് കണ്ടോ, അത് മറ്റെന്തോ ആണ്. എന്തായാലും ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഈ അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ലേഡിക്ക് ഒരു ധാരണയില്ല. സോ അവർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്റ്റോറേജ് റൂമുണ്ട്. അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ അതാ ഒരുപാട് എട്ടുകാലി വലകൾ രൂപപ്പെട്ടതായിട്ട് കാണാണ്. ഇതിപ്പോ ക്ലീൻ ചെയ്ത് പോയതല്ലേ ഉള്ളൂ. ഇതെന്തെങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോളിലേക്ക് സ്പ്രേ എടുത്ത് അടിക്കുന്നുണ്ട് കേട്ടോ, ഈ എയർവിൻഡിന്റെ ഉള്ളിലേക്ക്. ഈ എയർവിൻഡിന്റെ ഉള്ളിൽ ഇപ്പൊ കാണിക്കുകയാണ് ഒന്നും രണ്ടും അല്ല, ഒരുപാട് എട്ടുകാലികൾ. ഇവറ്റകളുടെ ദേഹത്തേക്കാണ് ഈ സ്പ്രേ ആയത്. അടുത്ത നിമിഷം തന്നെ ഇവിടുന്ന് മാറി ഓരോ റൂമിലേക്കായിട്ട് ഇത് പോകാൻ തുടങ്ങുകയാണ്, ചലിക്കാൻ തുടങ്ങുകയാണ്. അടുത്ത സീനിൽ കാലിബിന്റെ അപ്പാർട്ട്മെന്റിൽ കാണിക്കുകയാണ്. ഇപ്പൊ ബാത്റൂമിലേക്ക് പോയ ലീന അവിടുന്ന് ടവലിന്റെ ഇടയിൽ എന്തോന്ന് അനങ്ങുന്ന കണ്ട് ആ ഒരു ടവല് മാറ്റി നോക്കിയപ്പോൾ ദാണ്ടെ കിടക്കുന്ന ഒരു ചിലന്തി. അവൾക്ക് ഭയങ്കര പേടിയാണ് ഈ ചിലന്തികളെ. അലറി കോവി വിളിക്കാണ്. ജോർജി അപ്പം തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ജീവിയെ അവൻ പിടിക്കാൻ നോക്കുകയാണ്. കാരണം കാലിബിനെ പോലെ തന്നെ റെപ്റ്റൈൽസിനെ അവന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാറിയാം. പക്ഷെ ഇതിനിങ്ങനെ പിടിക്കാൻ നോക്കുമ്പോൾ ഇത് വല്ലാതെ സ്ക്രീനിങ് അടിയാണ്. അവരാകെ ഭയന്നു പോയി. ഇപ്പൊ അങ്ങോട്ടേക്ക് കാലിബ് വരുന്നുണ്ട്. കാലിബ് പറയാണ്, അതിനൊന്നും ചെയ്യാൻ പാടില്ല, മര്യാദക്ക് പിടിക്കുന്നു പറയുമ്പോൾ ഇതിന്റെ ഈ വല്ലാത്തൊരു എന്താ പറയുക, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. ജോർജി ഒന്നും നോക്കിയില്ല, ഒരു തുണി ഇട്ട് അതിന് പൊത്തുകയാണ്, ചവിട്ടിയാൻ കൊന്നു കളഞ്ഞു. എന്ന് ഇവിടെ വെച്ചല്ലേ ആ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഇവർ കാണുന്നത്. ഈ ഒരു ജീവി ചത്തപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്നും അരിമണി പോലെ ഉറുമ്പുകളെ പോലെ ഒരുപാട് എട്ടുകാലികൾ പുറത്തേക്ക് വരികയാണ്. എല്ലാവരും വലിച്ച് കാലിബ് പുറത്തേക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഡോർ സീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും കാലിബിനെ നോക്കുകയാണ്. കാലിബ് നിനക്ക് എന്തൊക്കെയോ അറിയാം, സത്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ കാലിബ് പറയാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെ പറയാണ്. ഇതേ സമയത്ത് അനിയത്തി വന്നിട്ട് അവന്റെ റൂമിന്റെ ഡോർ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ എന്തിനാടാ ഇതുപോലെ ഡോറിന്റെ അടിയിൽ നീ തുണി തിരികെ വെച്ചിട്ടുള്ളത്, ഇതുപോലെ എന്തോ ഒന്ന് പുറത്ത് വരാതിരിക്കാനല്ലേ. ഇപ്പൊ കാലിബ് സത്യങ്ങളൊക്കെ പറയാണ്. എടാ എന്ത് മണ്ടത്തരാ നീ കാണിച്ചത്. ഇതേ സമയത്തിന് കാലിബ് പറയാണ്, അതിന് ഞാൻ ഒരൊറ്റ എണ്ണത്തിനെയല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ, ഇതിപ്പോ ഒരുപാട് എണ്ണം ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്. മാത്രമല്ല ഈ എട്ടുകാലിയെ കുറിച്ച് അറിയുന്ന കാലിബ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇവറ്റകൾ ഇങ്ങനെ സ്പ്രെഡ് ആവുകയാണെങ്കിൽ അത് കാട്ടിൽ വെച്ച് മാത്രമാണ്. പക്ഷെ നമ്മുടെ പോലെയുള്ള ഇതുപോലൊരു അപ്പാർട്ട്മെന്റിൽ ഇതുപോലെ ഈ എട്ടുകാലികൾ സ്പ്രെഡ് ആവുക എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. മാത്രമല്ല കാട്ടിൽ വെച്ച് ഈ ജീവികളെ ഉപദ്രവിക്കാൻ വരുന്നത് ഏത് ജീവികളാണോ ആ രീതിയിൽ തന്നെ ഇത് വളരുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈ ഒരു മത്തിയോസി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ബാത്റൂമിൽ വെച്ച് ഇവറ്റകളെ കൊല്ലാൻ നോക്കിയത് നമ്മളല്ലേ, അപ്പൊ അതിന്റെ ശത്രുക്കൾ നമ്മളല്ലേ, അപ്പൊ നമ്മളെപ്പോലെ തന്നെ ഇതും വളരുമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള സാധ്യതയൊന്നുമില്ല. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഒന്നും ഇവറ്റകളെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയില്ല, ഇത് മറ്റെന്തോ ആണ്, ഞാൻ കൊണ്ടുവന്ന സ്പൈഡറൊന്നും അല്ലെന്ന് കാലിബ് പറയുമ്പോൾ അവൻ നേരത്തെ ഷൂ ബോക്സിന്റെ ഉള്ളിലായിട്ട് കുറച്ചധികം കൊക്കോൺസ് എട്ടുകാലി വലയെല്ലാം കണ്ടല്ലോ, ഇത് ചുമ്മാ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോവാണ്. നിറച്ചും എട്ടുകാലികൾ തുറന്ന അതേ സ്പോട്ടിൽ തന്നെ അടുക്കാണ്, ഫുള്ളായിട്ട് സീൽ ചെയ്ത് വെക്കുകയാണ്. അടുത്ത സീനിൽ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആന്റിയെ കാണിക്കുകയാണ്. ആന്റി എവിടെ നോക്കിയാലും ഇതുപോലെയുള്ള എട്ടുകാലികളാണ്. ആന്റി നന്നായിട്ട് മേലത്തെ ഒരു വിൻഡിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് സ്പ്രേ അടിച്ചു കൊടുക്കുമ്പോൾ എന്തോ ഒരു സാധനം വന്ന് ആന്റിയെ മുഴുവനായിട്ട് എടുത്തുകൊണ്ടുപോവാണ്. അതായത് കാലിബ് എന്താണോ നടക്കില്ല എന്ന് പറഞ്ഞത് ആ സംഭവം നടന്നിരിക്കുകയാണ്. അതായത് മനുഷ്യരാണ് ഇപ്പൊ ഈ എട്ടുകാലിയുടെ എതിരാളി, അതുകൊണ്ട് മനുഷ്യരുടെ അതേ രൂപത്തിൽ ഇത് വളർന്നിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, കാലിബിന്റെ ഫ്രണ്ട് ജോർജി ഈ എട്ടുകാലികളെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണമെന്ന്. എന്നാൽ കാലിബ് ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല. നിങ്ങൾ പൊയ്ക്കോന്നൊക്കെ പറയാണ്. ഇപ്പൊ അനിയത്തി പറയണത് നിനക്കെന്താ പ്രാന്താണോടാ, മര്യാദക്ക് ഇറങ്ങി വന്നോ, ഞങ്ങളുടെ കൂടെ വന്നോ എന്ന് അനിയത്തി പറയുമ്പോൾ കാലിബ് പറയാണ്, പെണ്ണെ നീ എപ്പോഴും സെൽഫിഷാണ്, അവിടെ ആന്റി ഉണ്ട്, എന്റെ കുറെ കൂട്ടുകാരുണ്ട്, എനിക്ക് ഇവരൊന്നും ഒറ്റയ്ക്കിട്ട് വരാൻ പറ്റില്ല. ഇപ്പൊ ജോർജിയും കാലിബിനോട് വരാൻ പറയുമ്പോൾ നീ പോടാ അവിടുന്ന്, എനിക്ക് എന്റെ കൂട്ടുകാരെ വിട്ട് വരാൻ പറ്റില്ല, എനിക്ക് അവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാണ്. ഇപ്പൊ കാലിബിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ജോർജി മറ്റൊരു കാര്യം പറയാണ്, നിനക്ക് നിന്റെ കൂട്ടുകാരൻ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എനിക്ക് നീ ഇമ്പോർട്ടന്റ് ആണ്, നീ എന്റെ കൂടെ വന്നിരിക്കണം, നിർബന്ധമായിട്ടും വന്നിരിക്കണം, 15 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരും, അതിന്റെ ഉള്ളിൽ നിനക്ക്
നിനക്ക് ആരൊക്കെ വിളിക്കാൻ പറ്റും ആരൊക്കെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നോ, ഞങ്ങൾ ഈ റൂമിൽ ഇരിക്കാന്ന് പറയണം. ഇപ്പൊ ഈ ജോർദിയും ലീനയും ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. കാലിബും അനിയത്തിയും അതുപോലെ തന്നെ മത്തിയാസും ഇവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാണ്. മത്തിയാസ് എന്ന് ഓരോ റൂമിലും ഓരോ ആൾക്കാരോടും കാര്യങ്ങൾ പറയുമ്പോൾ ഒരുമാതിരി അപമാനിക്കുന്ന രീതിയിൽ മത്തിയാസിനോട് സംസാരിക്കുകയാണ് ആ ലേഡീസ് ഒക്കെ. നീ നിന്റെ കാര്യം നോക്കടാ, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇതുപോലെ തന്നെ കാലിബ് ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്ന സമയത്ത് പൊട്ടാസെല്ലാം വെച്ച് കളിക്കുന്ന ഒരു പയ്യനെ കണ്ടിരുന്നില്ലേ, അവന്റെ റൂമിലും പോയിട്ട് വാതിൽ തട്ടാണ്, വാല് തുറക്കടാന്ന് പറഞ്ഞിട്ട്. എന്ന് ഇവനാണെങ്കിൽ നല്ല സൗണ്ടിൽ പാട്ടും വെച്ച് നല്ല വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിളിക്കുന്ന കാര്യം ഇവനെ അറിയുന്നില്ല കേട്ടോ. ഇപ്പൊ കാലിബ് അവിടുന്ന് പോണ്. അതേസമയം തന്നെ ഈ പയ്യൻ നോക്കുമ്പോൾ ഇവന്റെ ടേബിളിന്റെ മുകളിലായിട്ട് ഇവന്റെ തലയുടെ വലുപ്പൊക്കെ ഉള്ള ഒരുമാതിരി ഒരു എട്ടുകാലി പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇവനൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നെ അതിനെ പിടിക്കാൻ നോക്കുമ്പോൾ അതെങ്ങോട്ടോ പോവുകയാണ്. എവിടെയോ കണ്ടിട്ട് അതിനെ കൊല്ലാനായിട്ടൊന്ന് തല്ലി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചുമരി പൊട്ടി ഒരു ഹോളാവുന്നുണ്ട്. ആ ഒരു ഹോളിലേക്ക് അവൻ നോക്കുന്നുണ്ട്, മാത്രമല്ല ഞെട്ടിപ്പോകുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ഇവന്റെ തലയിലേക്ക് നിറച്ച് മെട്ടുകാലികൾ വന്ന് കയറുകയാണ്. പിന്നീട് ആ ഒരു പയ്യന്റെ അലർച്ചയാണ് കാണുന്നത്. ഇതേ സമയത്ത് തന്നെ കാലിബിന്റെ റൂമിന്റെ ഉള്ളിൽ ജോർദി ലീന രണ്ടുപേരുണ്ടല്ലോ. ഇവരിങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ശബ്ദം ഇവരുടെ റൂമിൽ നിന്നുണ്ടാവുന്നു. കാര്യം എന്താ വെച്ചാൽ ആ ഒരു ഷൂ മേടിച്ച തുമാനിയുടെ നായ ഉണ്ടല്ലോ, ആ നായെ ഇവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം തുമാനി ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഇപ്പോ ആ കൊണ്ടുവന്ന നായ നോക്കുമ്പോൾ ഇതിന് വല്ലാത്ത എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് പോലെ. അങ്ങനെ ഇവർ നോക്കി നിൽക്കെ ഈ നായയുടെ വയറ് പൊട്ടിപ്പോവാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് എട്ടുകാലികൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്തിനെ കണ്ട് പേടിച്ചു പോയ ജോർദിയും ലീനയും കൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. റൂമിന്റെ ആ ഒരു ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നായയുടെ വയറ്റിന്റെ ഉള്ളിൽ ഇതുപോലെ എട്ടുകാലികൾ സ്പ്രെഡ് ആയത്? കാരണം ഈ ഒരു തുമാനി ഒരു എട്ടുകാലിയെ കൊന്നില്ലേ, അതപ്പം തന്നെ ആ ഒരു നായ തിന്നില്ലേ, അതിലൂടെയാണ് ഇതിങ്ങനെ ആയത്. എന്തായാലും ഇവരെല്ലാവരും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കമ്പി വെച്ച് നമ്മുടെ കാലിബിന്റെ തലയിലേക്ക് ഒരാൾ അടിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ഒരു ഓണറായിരുന്നു. ഇതെല്ലാത്തിനും കാരണം നീയാടാ, ഇവിടെ ഡ്രഗ്സും കൊണ്ടുവന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം ഇതെന്തൊക്കെയോ അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് നമ്മളെ ക്വാറന്റൈനിലാക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞോടാ, എവിടെയാണ് നീ മരുന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, എനിക്ക് നിന്റെ റൂം കാണണമെന്നൊക്കെ പറയുമ്പോൾ ഇവർ തടുക്കാണ്. ഒരു രീതിയിലും ആ റൂമിലേക്ക് കയറാൻ പാടില്ലെന്ന്. ആരാ തടുക്കുന്നത്? ജോർദി ലീന. കാരണം ഇവർ രണ്ടുപേരുമാണ് ഇപ്പൊ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. ഇവരൊക്കെ തള്ളി മാറ്റിയിട്ട് ഞാൻ നിന്റെ റൂം നോക്കോടാന്ന് പറഞ്ഞിട്ട് കാലിബ് നേരെ റൂമിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. സോറി, കാലിബല്ല, കാലിബിന്റെ റൂമിലേക്ക് ഓണർ കയറി ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇവര് നേരത്തെ ഒരു പെട്ടിയുടെ ഉള്ളിൽ ഒരുപാട് എട്ടുകാലിയെ കണ്ടപ്പോൾ അത് സീല് ചെയ്ത് വെച്ചില്ലേ. ഇത് ഇയാൾ കണ്ടപ്പോൾ ഇതൊരു ഡ്രഗ്സിന്റെ ബോക്സ് ആണെന്ന് വിചാരിക്കുകയാണ്. നീ തീർന്നടാ കാലിബ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോക്സ് കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവനിങ്ങനെ തുറക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും ദാ വരുന്ന തുരുതുരേന്ന് പറഞ്ഞിട്ട് എട്ടുകാലികൾ. ഇതിങ്ങനെ പറയുമ്പോൾ എന്റെ മേത്ത് കൂടെ തന്നെ അരിക്കുന്ന പോലെ തോന്നുന്നു. കാര്യമാണോ, ഇതുപോലുള്ള ഒരു എട്ടുകാലിയുടെ മൂവി ഇതുപോലെ ഒരു ഹൊറിഫിക് എഫക്ട് തരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇതിങ്ങനെ കണ്ട് പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തത് നമ്മുടെ മേത്ത് കൂടെ എന്തോന്ന് അരിക്കുന്നത് പോലെ. എന്തായാലും പിന്നീട് അവിടെ വെച്ച് കേട്ടത് ഈ ഒരു ഓണറുടെ കരച്ചിലാണ്. മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് തന്നെ അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. അയാളുടെ ഈ നിലവിളി കേട്ട സമയത്ത് ഇവരെല്ലാവരും കൂടി ഓടുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഓരോ അപ്പാർട്ട്മെന്റ് കഴിഞ്ഞ് ഇവർ മുന്നോട്ട് പോകുന്തോറും കാണുന്ന കാഴ്ച എന്താണ്? എട്ടുകാലി വലകൾ. അവിടെ ഇവിടെയായിട്ട് എട്ടുകാലിയുടെ കൂട്, എട്ടുകാലികൾ, ഓരോ ഡെഡ് ബോഡികൾ. സത്യം പറയുകയാണെങ്കിൽ ഈ അപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ജീവനോടെ ഇവർ മാത്രമേ ഉള്ളൂ. കാരണം ഈ അപകടത്തെ ഇവർ മനസ്സിലാക്കിയത് കൊണ്ട്. ഉള്ളത് പറയുകയാണെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും ഒരു സ്പൈഡർ കേവ് പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് ഒരു എട്ടുകാലി ഗുഹ പോലെ. പിന്നീട് അങ്ങോട്ട് ഭയമാണ്, ഭയത്തിന്റെ നിമിഷമാണ്. എങ്ങോട്ടേക്ക് പോകണമെന്ന് ഇവർക്ക് ഒരു പിടുത്തവും ഇല്ല. ഇതിന്റെ ഇടയിൽ തന്നെ ഈ ലീനയുണ്ടല്ലോ, ഇവൾക്കാണെങ്കിൽ എട്ടുകാലിയെ കാണുന്നത് വരെ ഭയങ്കര പേടിയാണ്. ഒരു ഫോബിയ ഓരോരുത്തർക്ക് ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ. ഇപ്പോൾ ലീനയോട് നമ്മുടെ ഈ അനിയത്തി പെണ്ണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ പേടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് രക്ഷപ്പെട്ടു പോകണമെന്ന്. പക്ഷെ ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ എല്ലാ ഡോറും ക്ലോസ്ഡ് ആണ്, ഇത് തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇനി ചെയ്യാന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അനിയത്തി പെണ്ണുണ്ടല്ലോ, അവള് പറയാണ് നമുക്ക് നേരെ ഗ്യാരേജിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം. അവിടുത്തെ ആ ഒരു ഡോറും തുറന്ന് വണ്ടിയിലേക്ക് കയറി നമുക്കങ്ങ് രക്ഷപ്പെടാമല്ലോ. ഓക്കെ, ഇതൊരു ഗുഡ് ഐഡിയ ആണ്. അങ്ങനെ ഇവരെല്ലാവരും നേരെ ആ ഒരു ഗ്യാരേജിലേക്ക് പോകാനുള്ള ആ ഒരു വരാന്തയുടെ മുന്നിലേക്ക് എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഈ വരാന്ത അങ്ങനെ നീണ്ടു കിടക്കാണ്. ഇത് ശരിക്കും ഒരു എട്ടുകാലിയുടെ ഗുഹ പോലെയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ എട്ടുകാലികൾ. നിറയെ വല, നിറയെ എട്ടുകാലി. ഇതിലൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഗ്യാരേജിന്റെ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തുക ഇമ്പോസിബിൾ ആണ്. ഈ സമയത്താണ് കാലിബ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഇവർക്ക് ലൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കോറിഡോറിൽ ഒരു പ്രത്യേകതരം ടൈമർ ലൈറ്റ് ആണല്ലോ ഉണ്ടാവുക. സോ ആ ഒരു ടൈമർ ലൈറ്റ് ഓൺ ആക്കി നോക്കുമ്പോൾ 1 മിനിറ്റ് ഇതിങ്ങനെ കത്തുന്നുണ്ട്. പക്ഷേ ഈ 1 മിനിറ്റ് കത്തുന്ന സമയത്ത് ഈ എട്ടുകാലികൾക്ക് ഒരു അനക്കമില്ല, ഇതിങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. റെപ്റ്റൈൽസിന്റെ കാര്യത്തിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള കാലിബിനെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. സോ അവൻ ഈ ഒരു കാര്യം പറയാണ്, ലൈറ്റ് ഉണ്ടെങ്കിൽ ഇവറ്റകൾ മൂവ് ആവില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്വിസ്റ്റർ ഓൺ ആക്കിയിട്ട് നമുക്ക് ആ ഒരു സമയം കൊണ്ട് മുന്നോട്ടേക്ക് പോവാം. പക്ഷെ 1 മിനിറ്റ് മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. എന്താ ചെയ്യുക? ഇപ്പോൾ അനിയത്തി പെണ്ണുണ്ടല്ലോ, അതായത് കാലിബിന്റെ അനിയത്തി, എപ്പോഴും നമ്മൾ സെൽഫിഷാണ് എന്ന് പറയുന്ന അവള് തന്നെ പറയുന്ന ഒരു കാര്യം ചെയ്യുക, എനിക്ക് ഇവറ്റകൾ അത്ര വലിയ പേടിയൊന്നുമില്ല, നിങ്ങൾ ആദ്യം മുന്നോട്ടേക്ക് പോകും. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ ഇതിങ്ങനെ റീബൂട്ട് ചെയ്തോളാം, പിന്നെ അവസാനം ഞാൻ ഇത് ഓൺ ആക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്നോളാം. ഇതേ സമയത്ത് കാലിബ് ഇത് സമ്മതിക്കുന്നില്ല. കാലിബിനെ കൊണ്ട് ഇപ്പൊ അനിയത്തി പെണ്ണ് സമ്മതിപ്പിച്ചെടുക്കുകയാണ്. എനിക്കിതിനെ പേടിയില്ല, ഞാൻ 1 മിനിറ്റ് കൊണ്ട് ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് വന്നോളാം. കാരണം അപ്പുറ ഭാഗത്ത് നിന്ന് ഈ ലൈറ്റിനെ നിയന്ത്രിക്കാനുള്ള സ്വിച്ച് ഇല്ല. എന്തായാലും ഈ പറഞ്ഞതനുസരിച്ച് അനിയത്തി പെണ്ണ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ലൈറ്റ് ഇങ്ങനെ റീബൂട്ട് ചെയ്ത് കൊടുക്കും. അതിന്റെ ആ ഒരു വെളിച്ചത്തിൽ ഇവരിങ്ങനെ പോകും. വെളിച്ചം വരുമ്പോൾ ഈ എട്ടുകാലി അണങ്ങില്ല, പക്ഷെ ഇരുട്ടാകുമ്പോൾ ഇത് മൂവ് ചെയ്ത്
ചെയ്തു വരും. ശരിക്കും അതിലൂടെ പോകുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എട്ടുകാലിയെ പേടിയില്ലാത്തവർ വരെ പേടിച്ചു പോകും. അങ്ങനത്തെ സിറ്റുവേഷനാണ്. ചുറ്റും വല, ഒരു കുത്ത് കിട്ടിയാൽ മതി, പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കാലനെ ആയിരിക്കും, മരണത്തെ ആയിരിക്കും. ഇതുപോലെയുള്ള എട്ടുകാലികൾ വലിയ പേടിയില്ലാത്ത ആൾക്കാർക്ക് വരെ ഈ പേടിയാണെങ്കിൽ ലീനയെ പോലുള്ള ഫോബിയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ ഒരു വിധത്തിൽ ഇവരപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അനിയത്തി പെണ്ണ്, അവൾ മാത്രമുള്ളത്. അവൾ ഒരു മിനിറ്റേക്ക് അത് റിബൂട്ട് ചെയ്ത് വെച്ചു. ഒരു മിനിറ്റ് മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. അവൾ ബാക്കിയുള്ളവർ പോയതിനേക്കാൾ കുറച്ചധികം വേഗത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു ഡോറ് താണ്ടി അതിന്റെ അടുത്തേക്ക് എത്താനായപ്പോൾ ഒരു മിനിറ്റായി ലൈറ്റ് ഓഫ് ആവുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ ക്യാലി പുറക്കനെ വിളിച്ച് പറയാണ്, നീ ഒരിക്കലും അനങ്ങാൻ പാടില്ല, അനങ്ങാതെ നിൽക്കുന്നു പറയണം. അവൾ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും കയ്യിലുണ്ടായിരുന്ന ഒരു ലൈറ്റർ ചുമ്മാ ഒന്ന് കത്തിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു എട്ടുകാലി അവളുടെ മുഖത്തിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ആ ലൈറ്റർ ഇപ്പോ നമ്മുടെ ഈ അനിയത്തി പെണ്ണ് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ അവൾ ഈ എട്ടുകാലി കടിച്ചേനെ. സോ ആ എട്ടുകാലി അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ക്യാലിബ് അനിയത്തിയെ പെട്ടെന്ന് തന്നെ വലിച്ചു പുറത്തേക്ക് ഇടുകയാണ്. അങ്ങനെ ഇവർ ആ ഒരു ക്യാരേജിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ അല്ലേ സംഭവം തിരിയുന്നത്. ഇത് തുറക്കാൻ പറ്റുന്നില്ല, തട്ടാണ്. ധാരാ ലോക്ക് ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പത്തുണ്ടായിരുന്ന ആ ഒരു മെഡിക്കൽ ടീം, പോലീസുകാർ ഇവരൊക്കെ പറയാണ്, ഞങ്ങൾ നിന്നെ സീല് ചെയ്തിരിക്കുകയാണ്, ക്വാറന്റൈൻ ആണിത്, ആർക്കും പുറത്തേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇവിടെ വന്നതാണ്, ഞങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവരതൊന്നും കേൾക്കുന്നില്ല. മാത്രമല്ല ഇപ്പൊ ഈ ഡോറ് ചെറുതായിട്ട് തുറന്നു വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലൂടെ ഒരു സ്മോക്ക് ബോംബ് വന്ന് വീഴുകയാണ്. പിന്നീട് ഡോറ് വീണ്ടും ക്ലോസ് ആവാണ്. അതായത് ഇവരിവിടെ നിൽക്കാൻ പാടില്ല, ഉള്ളിലേക്ക് തന്നെ പൊയ്ക്കോ എന്നാണ് ആ ഒരു മെഡിക്കൽ ടീം പറയുന്നത്. സത്യം പറഞ്ഞാൽ പുറത്തുള്ള ആ ഒരു പോലീസുകാർക്കും ടീമിനും യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒരു സ്മോക്ക്, ഈ സ്മോക്കിൽ ഇവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ഇത്രയും നേരം വളരെ സേഫ് ആയിട്ട് ആ ഒരു വരാന്തയിലൂടെ വന്നെന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ അവസാനം ഇവർ ഊട്ടി കയറുകയാണ്. കാരണം ആ ഒരു സ്മോക്കിന്റെ സ്ഥലത്ത് ഇവർക്ക് നിൽക്കാനേ പറ്റുന്നില്ല. ഒരു വിധത്തിൽ ഇവർ എങ്ങനെയൊക്കെയോ അപ്പുറത്തേക്ക് എത്തി രക്ഷപ്പെട്ടു കേട്ടോ. എന്നാ കൂട്ടത്തിൽ ആളെണ്ണി നോക്കിയപ്പോൾ ഒരുത്തം കുറവാണ്. ആരാണ്? നമ്മുടെ ജോർദി. കാലിബ് നേരെ വന്നിട്ട് നോക്കുമ്പോൾ ജോർദി വരുന്ന വഴിക്ക് ആ എട്ടുകാലികളുടെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ട്. അവന് ഓൾറെഡി ആ എട്ടുകാലികൾ അതിന്റെ ആ ഒരു വലയിൽ ചുരുട്ടി എടുത്തിരിക്കുകയാണ്. അവൻ എട്ടുകാലിയുടെ ആ ഒരു കുത്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ജോർദി ആ ഒരു മരണപ്പെടാൻ നിൽക്കുന്ന സമയത്തും കാലിബിനെ നോക്കിയിട്ട് പറയുന്നത്, ഡാ നീ ഓട്, രക്ഷപ്പെട് എന്നാണ്. കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അത്രത്തോളം സ്നേഹമാണ് ഈ ജോർദിക്ക് കാലിബിനോട് ഉണ്ടായിരുന്നത്. എന്നാൽ കാലിബ് അത് മനസ്സിലാക്കിയില്ല കേട്ടോ. ശരിക്കും കാലിബ് അത് മനസ്സിലാക്കിയ സമയം എപ്പോൾ വെച്ചാല്, ഇവനെ എല്ലാവർക്കും, എന്റെ കൂട്ടുകാരും കുടുംബക്കാരൊക്കെ എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ ജോർദി അവനോട് ചൂടായി. നിനക്ക് അവർ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എനിക്ക് നീ ഇമ്പോർട്ടന്റ് ആടാന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് കാലിബ് റിയലൈസ് ചെയ്തിട്ടുണ്ട് ജോർദിയുടെ ആ ഒരു സ്നേഹം എന്താണെന്നുള്ളത്. പക്ഷെ ഇവിടെ വെച്ച് എത്രയൊക്കെ സ്നേഹം ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം സിറ്റുവേഷൻ അങ്ങനെയാണ്. അവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, ഇമ്പോസിബിൾ ആണ്. അധികം വൈകാതെ അവൻ മരണപ്പെടുക തന്നെ ചെയ്യും. ഇപ്പൊ ലീന അലറി വിളിക്കുന്നുണ്ട്, എനിക്ക് അവന്റെ അടുത്തേക്ക് പോകണം, ഞാൻ അവന്റെ കൂടെ മരിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ കാലിബ് ഇപ്പൊ അവളെ പിടിച്ചു വെക്കാണ്. ഇതേ സമയത്ത് തന്നെ മത്തിയാസ് ചുമ്മാ ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ട് ഇവനാകെ ഞെട്ടിത്തരിച്ച് പിറകിലേക്ക് വീഴാണ്. അതായത് ആ ഒരു ക്ലീനിങ് ലേഡി ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ദേഹം മുഴുവൻ ഈ എട്ടുകാലികൾ തിന്ന് അതിന്റെ ആ ഒരു പകുതി മാത്രമേ ഉള്ളൂ, വിറച്ചു പോവാണ്. ആ ഒരു ബോഡിയുടെ അരികിലായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു എട്ടുകാലിയും ഇവർ കാണുകയാണ്. എങ്ങനെയൊക്കെയോ ഈ ക്ലീനിങ് ലേഡിയുടെ ആ ഒരു സ്റ്റോർ റൂം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറി വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇവർ കേൾക്കുന്ന ആ ഒരു നിലവിളി എന്ന് വെച്ചാൽ നമ്മുടെ ജോർദിയുടേതാണ്. ആ ഒരു എട്ടുകാലികൾ വന്നിട്ട് പയ്യെ അവന്റെ ആ ഒരു ദേഹം തിന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ ഒരു പെയിന്, ആ ഒരു കരച്ചില് ഇവരിങ്ങനെ കേൾക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ കാലിബ് ചെവി പൊത്തിയിരിക്കുകയാണ്. അതായത് അവിടെ ജോർദി ശരിക്കും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവന്റെ ജീവൻ പോകുന്നത്. എന്നിവിടെ കാലിബിന്റെ ജീവൻ, അവൻ മരിക്കാതെ തന്നെ കാലിബിന്റെ ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും സ്നേഹിച്ച ആ കൂട്ടുകാരന്റെ നിലവിളിയാണ് കേൾക്കുന്നത്. പക്ഷേ ഇതെല്ലാം കേട്ട് ഈ അവസ്ഥയിൽ നിൽക്കുന്ന കാലിബിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ മത്തിയാസ് പറയാണ്, നമ്മൾ ഇനി എത്ര നേരം ഇവിടെ നിൽക്കാം, നിന്നിട്ട് കാര്യമില്ല, എന്തായാലും ഇങ്ങോട്ടേക്കും ആ എട്ടുകാലികൾ വരും, ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടു പോകണം. എങ്ങനെ പോകുന്നു ഇവരൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ വെച്ച് മത്തിയാസ് ഒരു ബാഗ് കാണുകയാണ്. അതിൽ കുറച്ച് പൊട്ടാസും പടക്കൊക്കെ കാണുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ കഥയുടെ ആരംഭത്തിൽ കാലിബ് ആ ഒരു ക്ലീനിങ് ലേഡിയോട് ആ പയ്യന്റെ കയ്യിലുണ്ടായിരുന്ന പൊട്ടാസൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞില്ലേ, അത് വേസ്റ്റിൽ കളഞ്ഞേക്കെന്ന് പറഞ്ഞില്ലേ, ആ സാധനം ഇവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇപ്പൊ കയ്യിലേക്ക് മത്തിയാസ് ഇത് എടുത്തിട്ട് പറയാണ്, ഇതുകൊണ്ട് നമുക്കൊരു പരിപാടിയുണ്ട്, അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്ന കാലിബ് ചോദിക്കുമ്പോൾ എല്ലായിടത്തും ലോക്കല്ലേ. അപ്പൊ ഈ മത്തിയാസ് പറയണത് നമുക്ക് നേരെ ഏറ്റവും മുകളിലേക്ക് റൂഫിലേക്ക് പോകാം, അവിടെ വെച്ച് സഹായം ചോദിക്കാം, ആരെങ്കിലും രക്ഷപ്പെടുത്താതിരിക്കില്ല. അങ്ങനെ ഇവര് കയ്യിലുണ്ടായിരുന്ന ഒരു പൊട്ടാസ് എടുത്തിട്ട് നേരെ മുന്നിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അപ്പൊ ഒരു വെളിച്ചുണ്ടാവുമല്ലോ, ആ വെളിച്ചത്തിൽ പതിയെ ഇവര് മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഒരു പടക്കം പൊട്ടുന്ന വെളിച്ചം, അതിനൊക്കെ ഒരു പരിധിയില്ലേ. ഈ സമയത്ത് കാലിബിന് പ്രാന്തളകിയിട്ടുണ്ട്. അവന്റെ കയ്യിലൊരു ബോട്ടിലുണ്ടായിരുന്നു, അതിൽ ഇച്ചിരി പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ മുന്നിൽ ഒരു തുണി തിരികെ വെച്ചിട്ട് അവനൊരു ഐഡിയ ഉണ്ട് എന്ന് പറയണം. അതായത് ഈ എട്ടുകാലികൾക്ക് നേരെ ഇതൊരു ഏറ്റ ഇറങ്ങറിയാണ് കേട്ടോ. അവിടെ വെച്ച് ആ തീയേറ്റ, ആ പൊള്ളലേറ്റ കുറച്ചധികം എട്ടുകാലി ചത്തുപോയെങ്കിലും ബാക്കിയുള്ളവറ്റകൾ അലേർട്ട് ആവുകയാണ്. ഇവരെ കാണുകയാണ്, ഇപ്പൊ ഒരേറ്റ വരുത്താണ് ഇവർക്ക് നേരെ. അതായത് കാലിബ് ചെയ്ത ഈ ഒരു ബുദ്ധി അത് അതിബുദ്ധിയായി മാറിയിരിക്കുകയാണ്. ഇവരെല്ലാവരും തിരിഞ്ഞോടുകയാണ്. ഈ ഓട്ടത്തിനിടയിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പടക്കത്തിന്റെ ബാഗ് താഴേക്ക് വീണ് പോകുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ കയ്യിൽ ആകെയുള്ളത് ഫോണിന്റെ ആ ഒരു ഫ്ലാഷ് ലൈറ്റ്, അതുപോലെ തന്നെ ഒരു ഡൈനാമോ പോലുള്ള ഒരു ടോർച്ചാണ്. അതായത് ഇതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ഇത് കത്തുള്ളൂ. ഇവര് മുകളിലേക്കുള്ള ആ ഒരു പടികൾ ഓരോന്നായിട്ട് ഓടി കയറിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഈ മത്തിയാസിന്റെ കയ്യിലാണ് ആ ഒരു ഡൈനാമൈറ്റ് ആയിട്ടുള്ള ടോർച്ച് ഉള്ളത്. ഇതിങ്ങനെ കറക്കുമ്പോൾ മാത്രമേ കത്തുള്ളൂ. ഫോണൊന്നും ഈ ഒരു സമയത്ത് ഇവിടെ വല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇവൻ നേരെ ഓടി മടുക്കുമ്പോൾ എന്താക്കും, ഈ
ഒരു ഡൈനാമൈറ്റ് നേരെ എട്ടുകാലികളുടെ നേരെ വെച്ചിട്ട് ഇതിങ്ങനെ കറക്കും. അപ്പൊ ആ ഒരു ലൈറ്റിൽ ഇത് സ്റ്റക്കായി നിൽക്കും. ഇവർ വീണ്ടും പഴയ ആ ഒരു എനർജി കിട്ടുമ്പോൾ മുകളിലേക്ക് ഓട്ടും. അങ്ങനെ അവസാനം ഏറ്റവും ടോപ്പിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അവിടുത്തെ ആ ഒരു റൂമിന് എന്തോ ഒരു ലോ പാസ്വേഡ് ആയിട്ടുണ്ട്. അത് ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് തുറന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു മത്യാസ് ആണെങ്കിൽ ഈ ഡൈനാമൈറ്റ് എന്നല്ല ഡൈനാമോന്നോ എന്തോ ഒന്നാണ് ഇനി പറയാ, ഇതിങ്ങനെ കറക്കിയാലേ ആ ഒരു ടോർച്ച് കത്തുള്ളൂ. ഇതിങ്ങനെ അവനിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ അവർ ആ ഒരു വാതിലും തുറന്നുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് അത് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാണ്. ഇവിടെ എത്തി ടെറസിന്റെ വാതിൽ തുറക്കാൻ നോക്കുമ്പോഴല്ലേ അടുത്ത പ്രശ്നം ഇവർ മനസ്സിലാക്കുന്നത്. അതായത് എങ്ങനെയാണോ കാരേജിന്റെ ഭാഗത്ത് കാവലുണ്ടായിരുന്നത് അതുപോലെ തന്നെ മുകളിലും പോലീസുകാരുണ്ടായിരുന്നു. ഗണ്ണ് പിടിച്ചുകൊണ്ട് ഇവരോട് താഴേക്ക് തന്നെ ഇറങ്ങി പോകാൻ വേണ്ടി പറയാണ്. ഇതേ സമയത്ത് കാലിബ് ഇവരെല്ലാവരും പറയാണ്, സാറേ നിങ്ങൾ എന്തീ കാട്ടുന്നത്, പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെയാണോ നിങ്ങളിവിടെ ഞങ്ങളെ ക്വാറന്റൈൻ ചെയ്യുന്നത്, ഒരുപാട് പേര് മരിച്ചു കഴിഞ്ഞു, ഞങ്ങൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇവിടെ വരെ വന്നതാണ്, പ്ലീസ് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കരഞ്ഞു പറയുന്നുണ്ട്. ഇതൊന്നും ഇവർ കേൾക്കുന്നില്ല ഇപ്പോൾ. മാത്രമല്ല ഈ ഒരു ടീമിന് കിട്ടിയ നിർദ്ദേശം ഇവിടെ നിന്ന് ആരെയും പുറത്തേക്ക് വിടാൻ പാടില്ല എന്നാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ കാലിബിനും ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യം വരികയാണ്. ഇവരെ കയറി മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. പോലീസുകാർ തിരിച്ചു ഓടിക്കുന്നുണ്ട്. ഇപ്പൊ കാലിബിനെ ഈ പോലീസുകാർ മർദ്ദിക്കുന്നുണ്ടപ്പോൾ മത്യാസിനെ നോക്കി നിൽക്കാൻ പറ്റുമോ, ഇവനും ചാടി കയറി അടിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ അനിയത്തിയുണ്ട്, അതുപോലെ തന്നെ ലീനയുണ്ട്, ഇവരെയും പോലീസുകാരും മർദ്ദിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം വഴക്ക് നടക്കുകയാണ്. ഒക്കെ കൂടി ആയപ്പോൾ കാലിബിന് ദേഷ്യം വരികയാണ്. അവൻ അവിടെ നിലത്ത് പോലീസുകാരൻ്റെ ഒരു ഗണ്ണ് വീണ് എടുക്കുന്നുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ച് ഒരുത്തിന്റെ കാലിലേക്ക് ഒരൊറ്റ പൊട്ടിക്കലാണ്. ആ സമയത്ത് തന്നെ 2-3 പേര് വന്നിട്ട് കാലിബിനിട്ട് ഒരു വെട്ടുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ അവന്റെ ബോധം പോവുകയാണ്. പിന്നീട് ബോധം വന്ന് നോക്കുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്ന ഈ ഒരു മെഡിക്കൽ ടീം പോലീസുകാർ ഇവർക്ക് പോലും പെർമിഷൻ ഇല്ല ഈ ഒരു ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിയ ഓർഡർ എന്താണ്, എല്ലാവരും ഇതിന്റെ ഉള്ളിൽ സീൽ ചെയ്ത് വെക്കുക, ആരും പുറത്തേക്ക് വരാനും പാടില്ല. ഇപ്പോൾ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു മെഡിക്കൽ ടീമിന്റെ ലീഡർ ഉണ്ടല്ലോ, ഇയാളെ കാലിബിന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ക്ഷമയോടെ കേൾക്ക് എന്ന് ക്ഷമയോടെ കേട്ട് നിൽക്കാൻ വേണ്ടി കാലിബിന് കഴിയോ? കാരണം ഇവർ സംസാരിക്കാൻ വരുന്നത് എന്താണെന്നും പറയാൻ പോകുന്നത് എന്താണെന്നും അറിയാം. പക്ഷെ യഥാർത്ഥ പ്രശ്നം അതെന്താണെന്ന് ഈ മെഡിക്കൽ ടീം മനസ്സിലാകുന്നില്ല. കുറച്ച് അഗ്രസീവായിട്ട് തന്നെ കാലിബ് ബിഹേവ് ചെയ്യുമ്പോൾ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ആ ഒരു മെഡിക്കൽ ടീമിന്റെ ലീഡർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ അനിയത്തിയും അതുപോലെ ലേനിയും ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനാ ഇതുപോലെ കെട്ടിയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് അവരുടെ ആ ഒരു കെട്ടഴിക്കാൻ വേണ്ടി മെഡിക്കൽ ടീമിന്റെ ആ ഒരു ലീഡർ പറയാണ്. മാത്രമല്ല ആ ഒരു കാരേജിന്റെ ആ ഒരു ഡോർ ഉണ്ടല്ലോ അവിടേക്ക് തന്നെ ഗൺ പോയിന്റിൽ അല്ലെങ്കിൽ ഗണ്ണും പിടിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആരെങ്കിലും പുറത്തേക്ക് വരികയാണെങ്കിൽ വെടിവെച്ച് വീഴ്ത്താൻ തന്നെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കാലിബ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ പുറകിലാണ് മാത്യാസിനെയും കെട്ടി വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും കാരണം കാലിബ് ആണല്ലോ. ഇത് വിചാരിച്ചിട്ടാണ് കാലിബ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ മത്യാസിന് മര്യാദക്ക് ശ്വാസം വിടാൻ കഴിയുന്നില്ല. വല്ലാതെ ഇങ്ങനെ കെതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറ്റിയെന്ന് കാലിബ് മത്യാസിനോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എന്റെ ചെവിക്ക് പിന്നിലൊരു കടി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇതെന്തുകൊണ്ട് നീ നേരത്തെ പറഞ്ഞില്ല എന്ന് കാലിബ് ചോദിച്ചപ്പോൾ മത്യാസ് പറയാണ്, അത് പിന്നെ നീ ഓൾറെഡി കുറെ അധികം കരഞ്ഞു കഴിഞ്ഞു, ഇനിയും നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവരുടെ ഇടയിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ബന്ധം എത്രത്തോളാണെന്ന്. ശരിക്കും ഇതുപോലെയുള്ള കൂട്ടുകാരെ കിട്ടണമെങ്കിൽ സത്യം പറയണം ഭാഗ്യം ചെയ്യണം കേട്ടോ മച്ചന്മാരെ, ഭാഗ്യം ചെയ്യണം. കാരണം രക്തബന്ധം അത് നമ്മൾ പോലും അറിയാതെ നമുക്ക് ഉണ്ടാവുന്നതാണ്. അതിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനൊന്നുമില്ല, കുറെ റിലേഷൻസ് ഒക്കെ അങ്ങനെ വന്നെടുക്കും. പക്ഷെ ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു ഭാഗ്യമാണ്. അതങ്ങനെ കിട്ടാന്നൊക്കെ ഉള്ളതേ ഒരു ലെക്കാണ് കേട്ടോ. മത്യാസ് ആണെങ്കിലും ശരി, കാലിബ് ആണെങ്കിലും ശരി, ജോർദി ആണെങ്കിലും ശരി, ഇവരുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അത് അപാരമാണ്. അതുപോലെ തന്നെ മത്യാസ് ഒരു കാര്യം കാലിബിനോട് പറയുന്നുണ്ട്, കാലിബ് എന്തായാലും ഞാൻ മരിക്കും, അത് ഉറപ്പാണ്, ഞാൻ ഇവിടെ വെച്ചൊരു കാര്യം ചെയ്യാൻ പോവാണ്, പക്ഷെ എന്നെ എതിർക്കാൻ നിൽക്കരുത്. കാലിബ് പറയണം, എടാ നീ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ നീ അത് ചെയ്യരുതെന്ന് പറയണം. ഇപ്പോൾ മത്യാസ് പറയാണ്, എടാ ഞാൻ എന്തായാലും മരിക്കും, നീ നിന്റെ അനിയത്തി അതുപോലെ തന്നെ ലീന രണ്ടുപേരെയും രക്ഷപ്പെടുത്താൻ നോക്കുന്നു പറഞ്ഞിട്ട് മത്യാസ് അവനോട് അവസാനമായിട്ട് ബായി പറഞ്ഞുകൊണ്ട് ആ ഒരു കാരേജിന്റെ ഡോർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അവന്റെ തല വെച്ച് തന്നെ അത് കുത്തി തുറന്ന ഉള്ളിലേക്ക് ആയിരുന്നുണ്ട്. തുറന്ന ഉടനെ തന്നെ ഇതിന്റെ പുറത്തേക്ക് വരുന്നത് ആയിരക്കണക്കിന് എട്ടുകാലികളായിരുന്നു. ഇത് കണ്ട് ആ ഒരു മെഡിക്കൽ ടീം പോലീസുകാർ ഇവരൊക്കെ വിറച്ചു പോകുന്നുണ്ട്. കാരണം ഇവർ ഇപ്പോഴാണ് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് ഫയർ തുടങ്ങുകയാണ്, അതായത് ഈ എട്ടുകാലിയെ കൊല്ലാനായിട്ട്. ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കാലിബ് ലീനയും അതുപോലെ തന്നെ അനിയത്തിയും കൂട്ടിയിട്ട് നേരെ ഒരു കാറിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കാലിബിന് ലീനയെ മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. പക്ഷെ അനിയത്തി മറ്റെവിടെയോ പെട്ട് കിടക്കുകയാണ്. അപ്പൊ ലീനയോട് പറയാണ്, നീ ഒരു കാർ കയറിയിട്ട് വണ്ടി ഓൺ ആക്കിയിരിക്കുക, ഞാൻ എപ്പോഴേക്കും അനിയത്തി കൂട്ടിയിട്ട് വരാന്ന്. ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ കഥയുടെ പല ഘട്ടത്തിലും അനിയത്തി ഭയങ്കര സെൽഫിഷ് ആണെന്ന് പറഞ്ഞു, പക്ഷെ ഒരു ഘട്ടത്തിൽ അവൾ സെൽഫിഷ് അല്ലാന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല കാലിബും അനിയത്തിയുടെ ഇടയിൽ എപ്പോഴും വഴക്കാണ്. പക്ഷെ ആ വഴക്കൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്തുള്ള വഴക്കാണ് മച്ചന്മാരെ. അതങ്ങനെയാണ്, സഹോദരങ്ങൾക്കിടയിൽ അത്യാവശ്യം വഴക്കൊക്കെ വേണം. ഇതൊരു മുണ്ടാട്ടം ഇല്ലാതെ ഒരാൾ അവിടെ ഒരാൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു രസമുള്ള ഒരു ഏർപ്പാടല്ല. എന്തായാലും കാലിബിന് അനിയത്തിയോട് ഭയങ്കര ഇഷ്ടമാണ്, അനിയത്തിക്കും തിരിച്ച് അതുപോലെ തന്നെ. അനിയത്തി ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു എട്ടുകാലിയെ കൊല്ലാനായിട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ അതിന്റെ ഇടയിൽ ഒരു കാറിന് സൈഡിലായിട്ട് അവൾ പെട്ടുകിടക്കുകയാണ്. അവളെ രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ കാലിബ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ നടക്കുന്ന ഫയറിങ്ങിന്റെ ഇടയിൽ അവന്റെ കാലിൽ ഒരു ബുള്ളറ്റ് കയറുന്നുണ്ട്. വേദന കൊണ്ട് അവൻ അങ്ങനെ പെട്ടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വാനിന്റെ ഉള്ളിലേക്ക് ഈ അനിയത്തി ഉണ്ടല്ലോ അവനെയും കയറ്റിയിട്ട് കയറിയിട്ട് അതിന്റെ ഒരു ഡോർ എടുക്കുന്നുണ്ട്. പക്ഷെ ഓൾറെഡി ഈ വാനിന്റെ ആ ഒരു ചില്ലും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 എട്ടുകാലി അത് നല്ല വലുപ്പമുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ വരാൻ നിൽക്കുന്ന സമയത്ത് ഇവർ ഉറപ്പിച്ചു ഇവരുടെ ആ ഒരു മരണം ഇവർ മുന്നിൽ കണ്ടു. അതായത് കാലിബും അവന്റെ ആ ഒരു അനിയത്തിയും. പെട്ടെന്നാണ് ഭയങ്കരമായിട്ട്
ആയിട്ടുള്ള ഒരു ഹോണടി ശബ്ദം കേൾക്കുന്നത്, അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഈ ഒരു വാനിന്റെ മേത്ത് വന്ന് പതിക്കുകയാണ്. നോക്കുമ്പോൾ ആരാ, നമ്മുടെ ലീന ഓൾറെഡി ഒരു കാറിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവളാണ് ഈ ഒരു പരിപാടി ഒപ്പിക്കുന്നത്. ഇതുപോലെ ലൈറ്റ് വന്നപ്പോൾ ഈ ഒരു എട്ടുകാലി സ്റ്റെക്കായി പോകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ വാതിലും തുറന്നുകൊണ്ട് ഇവരെങ്ങനെയൊക്കെയോ ലീനയുടെ ആ ഒരു കാറിലേക്ക് എത്തുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഇവർ കയറി പെട്ടെന്ന് തന്നെ ഇവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ പോകുന്നതിന്റെ അടുക്ക് ഇതുപോലെ ഒരു ബുള്ളറ്റ് വന്നിട്ട് ഇവരുടെ കാറിന്റെ ടയറിൽ പറ്റുകയാണ്. ടയർ പൊട്ടി. ഇപ്പൊ ടയർ വെറും ആ ഒരു റിം ഉണ്ടല്ലോ, ഇതിൽ മാത്രമായിട്ട് മുന്നോട്ടേക്ക് പോകണം. എന്നാൽ ലീന വണ്ടി നിർത്തുന്നില്ല. ഇതിന്റെ ആ ഒരു മെയിൻ ഡോറിലേക്ക് കാർ ഓടിച്ചുകൊണ്ടേ പോവാണ്. പെട്ടെന്ന് അവൾ കാറിന്റെ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, ഈ കാറിനെ വരെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന പാകത്തിന്, അല്ലെങ്കിൽ അത്രയും വലുപ്പമുള്ള വലിയൊരു എട്ടുകാലി. പക്ഷെ ബ്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു എട്ടുകാലി ഇവരുടെ മുന്നിൽ അത് അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. ക്യാലിബ് ലീനയോട് ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ ഒരു ഡോർ ഒരിക്കലും നമുക്ക് ഇടിച്ചു തകർക്കാനൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും ആരൊരാൾ പോയിട്ട് ആ ഡോറ് തുറന്നേ മതിയാവുള്ളൂ. അത് ഞാൻ ചെയ്തോളാം. ഇനിയിപ്പോൾ ഞാൻ ഡോറ് തുറക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എന്നെ നിങ്ങൾ കാക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്ന് ലീനയോടും അനിയത്തിയോടും ക്യാലിബ് ഇപ്പോൾ പറയാണ്. പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പൊ ക്യാലിബിനൊരു കാര്യം മനസ്സിലായി. ഈ ഒരു എട്ടുകാലി ഉണ്ടല്ലോ, ഇത് ഈ ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ലൈറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നിശ്ചലായി നിൽക്കുന്നത്. ഇത് ബാക്കിയുള്ള ആ ഒരു പോലീസുകാർ കുറേ എണ്ണം അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇതിങ്ങനെ വെമ്പി നിൽക്കുകയാണ്. പക്ഷെ ബ്രൈറ്റ് ലൈറ്റ് ഓൺ ആയതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്. ഒരു അറ്റാക്കിംഗ് മോഡിൽ തന്നെയാണ് ഈ എട്ടുകാലി ഉള്ളത്. അപ്പൊ ക്യാലിബ് ഒരു കാര്യം ചെയ്തു നോക്ക് എന്ന് ലീനയോട് പറയുന്നുണ്ട്. ആ ഒരു ലൈറ്റ് ഒരു ഇച്ചിരി നേരത്തേക്ക് ഒന്ന് ഓഫാക്കി വെക്ക്. പക്ഷേ ഇവരാരും അനങ്ങാൻ പാടില്ല. ഇപ്പൊ ലീന അതുപോലെ ലൈറ്റ് ഒന്ന് ഓഫാക്കി. ഇതേ സമയത്തിന് ഈ എട്ടുകാലി ലൈറ്റ് ഓഫ് ആയപ്പോൾ ഇവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് വേഗം പോവാണ്. ഈ ഗ്യാപ്പിന് ക്യാലിബ് ആ ഒരു ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള വെളിച്ചം അപ്രഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ശരിക്കും ആ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും ഒരു ശവപ്പറമ്പായി മാറിയിട്ടുണ്ട്. പല ഭാഗത്തായിട്ട് എട്ടുകാലികളുടെ വലകൾ. പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്ന് ടേ 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 എന്നുണ്ട് ശബ്ദങ്ങൾ കേൾക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, ഒരു രീതിയിലും ഈ എട്ടുകാലികൾ പുറത്തേക്ക് വരാത്ത രീതിയിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ പല ഭാഗത്തായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിനെ മുഴുവനായിട്ടും മണ്ണിനടിയിലേക്ക് താത്തിക്കളയുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അങ്ങനെ ആ ഒരു ബ്ലാസ്റ്റ് നടത്തി മുഴുവനായിട്ടും ഇതിനെ മണ്ണിനടിയിലേക്ക് താത്തിക്കളഞ്ഞു. ബാക്കിയുള്ള ആർക്കും ഇതുവഴി ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ കിടന്ന് മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ ആ ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ചുമരിൽ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ക്യാലിബ് ഉണ്ട്, ലീനയുണ്ട്, അനിയത്തിയുണ്ട്. ശരിക്കും അവരന്ന് മരിച്ചു കഴിഞ്ഞോ അറിയില്ല കേട്ടോ. എന്തായാലും ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരുപാട് ദൂരെ അകലെയായിട്ട് ഒരു കാട്ടിൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഹുഡിയെല്ലാം ഇട്ടുകൊണ്ട് ഒരാളെ കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ക്യാലിബായിരുന്നു. അവന്റെ കയ്യിൽ, അതായത് ക്യാലിബും ജോർജിയും ചെറുപ്പത്തിലെടുത്ത ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് റെപ്റ്റൈൽസിന്റെ സൂ തുടങ്ങണടാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരുടെ ഫോട്ടോയിൽ ഒരുമിച്ച് ഒരു സൈൻ ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു ഫോട്ടോ അതൊരു പെട്ടിയിലാക്കിയിട്ട് ആ ഒരു മണ്ണിൽ തന്നെ ക്യാലിബ് കുഴിച്ചിടുകയാണ്. അതായത് അവന്റെ ആ ഒരു ഓർമ്മകൾ അത് അവനെ വല്ലാതെ അലട്ടുന്നുണ്ടാവും. അത്രയും സ്നേഹിച്ച ആളല്ലേ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ കാട്ടിൽ നിന്നും അവൻ നടന്നകലെയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. അപ്പൊ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.